അടുക്കളയിൽ മീൻകറി വെക്കാൻ പോകണല്ല കേട്ടോ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈ മീൻ കൊണ്ട് ഒരു അടിപൊളി വളം ഉണ്ടാക്കാൻ പോണേനെ. ഫിഷ് അമിനോ അല്ല, ചാളമീൻ കൊണ്ടും അല്ല, മീനിന് നമുക്ക് ഏത് മീനാണെങ്കിലും ഫിഷ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വളം നമ്മുടെ ചെടികൾക്ക് നല്ല അടിപൊളി വളർച്ചയാണ് ഇട്ട് തരിക. ഇത് നോക്കുക, എൻ്റെ ചെറിയ വഴുതനങ്ങത്തൈയുടെ മുകളിലടക്കം പൂവുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതാ വഴുതനങ്ങ തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി ഇലയും പൂവും എല്ലാം ഉള്ള കരുത്തുള്ള നല്ല അടിപൊളി തണ്ടൊക്കെ ആയിട്ടാണ് അതിൻ്റെ വഴുതനങ്ങ തൈ ഇവിടെ സെറ്റായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 7 ഗ്രോ ബാഗ് വഴുതനങ്ങ തൈ റെഡിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ ചാളമീനിൻ്റെ വേസ്റ്റ് കൊണ്ടല്ല, സാധാരണ നമ്മൾ മീൻ വേസ്റ്റ് കൊണ്ട് ഫിഷ് അമിനോ ഉണ്ടാക്കാറുണ്ടല്ലേ, ആ വളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ നമ്മൾ വീട്ടിൽ ഏത് മീൻ മേടിച്ചാലും അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മീൻ നന്നാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ വെള്ളമൊക്കെ അല്ലേ, അത് നമുക്ക് വേപ്പിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇല്ലാതെ നമ്മൾ എടുക്കണം. മാക്സിമം വെള്ളം ഇല്ലാതെ തന്നെ കഴുകി വൃത്തിയാക്കി വാര വെച്ചിട്ട് മീനിൻ്റെ വേസ്റ്റ് എടുക്കണം കേട്ടോ. അപ്പം മീനിൻ്റെ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് വേപ്പിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേപ്പിൻ്റെ കടക്കൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വളം നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പ്, കാപ്പി ഉണ്ടല്ലോ, അതിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ ഫിഷ് കമ്പോസ്റ്റൊക്കെ. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച ഫിഷ് അമിനോ ആണിത്. ഇതൊരു 3 മാസത്തിന് മേലായിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഫിഷ് അമിനോ ഉണ്ടാക്കിയത് ചാള വേസ്റ്റും അതുപോലെ ശർക്കരയും കൂടിയിട്ട് ഒരു ഡപ്പിയിലിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഫിഷ് അമിനോ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ സെറ്റാക്കിയിട്ട് അത് ഞാൻ ചെടികൾക്കൊന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അലുത്ത് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഉണ്ടാക്കിയ ഫിഷ് കമ്പോസ്റ്റാണിത്. അപ്പോൾ ഈ ഫിഷ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പിയിലുള്ളത് ഫുള്ളും ഫിഷ് കമ്പോസ്റ്റാണ്. അപ്പോൾ അത് നല്ല അടിപൊളി വളമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ വേറൊരു ഫിഷ് കമ്പോസ്റ്റും കൂടി ഉണ്ട് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ വഴുതനങ്ങൾക്കൊക്കെ നല്ല അടിപൊളി വളർച്ച കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടും ഫിഷ് കമ്പോസ്റ്റ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഒട്ടും കാശ് ചിലവില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു മണം ഉണ്ടാവും. അപ്പോൾ ഈ മണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യയൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അടപ്പുള്ളത്, നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫിഷിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഏത് ഫിഷാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചാളയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, പക്ഷേ ഏത് മീനിൻ്റെ വേസ്റ്റ് ആയാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ചാരമാണ് കേട്ടോ. ചാരം ഇതിലിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫിഷ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ചാരം അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഡപ്പി എടുക്കുക. അതിന് ഹോൾസ് ഒന്നും വേണ്ട കേട്ടോ, ഒരു ഹോൾസും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഒരു നല്ലൊരു മൂടിയുള്ള നല്ല അടപ്പ്, നല്ല ടൈറ്റാക്കി വെക്കാൻ പറ്റിയൊരു ബോട്ടിലെടുക്കുക. അതിലേക്ക് ചാരിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫിഷിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡപ്പിയാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡപ്പി എടുത്തത്. നമുക്ക് ഒരാഴ്ചയൊക്കെ നമ്മുടെ കൈ വേസ്റ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ കാണിച്ച പോലെ ഒരു വലിയ ഡപ്പി എടുത്താൽ മതി. അപ്പോൾ അതിൽ എല്ലാ ദിവസത്തെയും ഇങ്ങനെ ഇട്ടിട്ട് അത് നിറയുമ്പോൾ വേറൊരു പരിപാടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു ദിവസത്തെ ഒരു വലിയ ഡപ്പി എടുക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ചാരിടുക, പിന്നെ ഫിഷിൻ്റെ വേസ്റ്റ് ഇടുക, അതിന് ശേഷം അതിൻ്റെ മേലെ ഈ ചാരിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെയും വേസ്റ്റ് ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ മേലെ ഇതുപോലെ ചാരിട്ട് കൊടുക്കട്ടെ. അങ്ങനെ നമ്മളൊരു ഡപ്പിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഡപ്പി എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് വേറൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതും കൂടി ചെയ്യണം. അപ്പോൾ ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വേസ്റ്റൊക്കെ ഇതിലിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഡപ്പി നിറയുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് മണ്ണ് അതിൻ്റെ മേലിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും മണ്ണിട്ട് കൊടുക്കണ്ട, മേളിൽ മാത്രം ഇതേപോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിതുപോലെ മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഈ ഡപ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു കൊടുക്കണം.
അപ്പോൾ ഒരു ലീക്കും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു ചെറിയ ഹോൾസൊന്നും ഇല്ലാത്ത നല്ല ഡപ്പി തന്നെ എടുക്കണം. പിന്നെ ടൈറ്റായിട്ട് മൂടാവുന്ന തരത്തിലുള്ള ഡപ്പി എടുക്കണം. ഇതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എലിയൊന്ന് വന്നിട്ട് അത് എന്താ പറയുക ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എലി വന്നിട്ട് അത് ആകെ തട്ടിമറിച്ച് അവിടെയൊക്കെ പരത്തി പിന്നെ അതുകൊണ്ടുള്ളൊരു പണിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇത് ടൈറ്റ് ചെയ്തിട്ട് മൂടി സെറ്റാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പിരിയുള്ള മൂടിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മൂടാൻ പറ്റും. ഇതും വലിയ കുഴപ്പമില്ല. ഞാൻ ടൈറ്റായിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മൂടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ്. ഇതെവിടെയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്? ഇതൊരു മാക്സിമം 6 മാസം വേണം. 3 മാസം വരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ള വളം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു മണ്ണ് ഉള്ളൊരു ഭാഗത്ത് ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലിത് കുഴിച്ചിടാം. അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നല്ല ഇരുട്ടുള്ളൊരു ഭാഗത്ത് മാറ്റി അവിടെ വെച്ചേക്കണം. ഫിഷ് അമിനോ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഫിഷ് അമിനോ ഉണ്ടാക്കിയിട്ട് ചാള വേസ്റ്റ് ഒരു ഡപ്പിയിലിട്ടു. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര ഇട്ടു. എന്നിട്ട് അതിനവിടെ മാറ്റി വെച്ചു. ഒരു ഇരുട്ടുള്ളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ടൈറ്റായിട്ട് മൂടിയിട്ട് മാറ്റി വെച്ചിട്ടാണ്. പിന്നെ അനക്കിയിട്ടില്ല. പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള പരിവാണ് നേരത്തെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ കുഴിച്ചിടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് നല്ലത് ഫിഷ് കമ്പോസ്റ്റിന് നല്ലത് ഇതേപോലെ കുഴിച്ചിടണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു കുഴി മതി. ഡപ്പി മണ്ണിനടിയിൽ ഇരിക്കാൻ പാകത്തിനുള്ള ഒരു കുഴി മതി. എന്നിട്ട് നല്ല ആഴത്തിലുള്ള കുഴിയൊന്നും കുഴിക്കേണ്ട കേട്ടോ. എന്നിട്ട് അത് മണ്ണിട്ടിട്ട് മൂടിയിടും. എന്നിട്ട് നമ്മളിത് ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മേലെ ഒരു കല്ലെന്തെങ്കിലും ഭാരമുള്ളതെന്തെങ്കിലും കയറ്റി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും. ഈ കല്ല് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഏത് സ്ഥലത്താണ് കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മേലൊരു വെയിറ്റ് എന്തെങ്കിലും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഇഷ്ടികയുടെ പീസാണ് കേട്ടോ അതിൻ്റെ മേലെ കയറ്റി വെക്കുന്നത്. ഇത് നമ്മൾ ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോവും. ഇതിൻ്റെ അടിയിൽ കമ്പോസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മറന്നു പോവും. അപ്പോൾ അത് നമ്മൾ വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും ഇത് ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ മണ്ണ് മാറ്റുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരും അവിടെ കുഴിച്ചിട്ടിട്ട്. ഇതേപോലെ മുന്നുണ്ടാക്കിയൊരു വളം ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു വളം ഇട്ട് കൊടുക്കുന്നതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മത്തന ഇവിടെ സൈഡിലുണ്ട്. അതുപോലെ പൊന്നാങ്കണ്ണി ഉണ്ട്, വാഴ ഉണ്ട്, ഓമുണ്ട്, പിന്നെ എന്താ പറയുക ചെമ്പരത്തി ഉണ്ട്, വേപ്പിലുണ്ട്, പിന്നെന്താണ് ചീനമുളകുണ്ട്. നമ്മുടെ വാഴ കുലച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് കുലച്ചിട്ടുണ്ട്. അത് അപ്പോൾ ആ സൈഡിലേക്ക് മറിഞ്ഞിരിക്കണ കാരണം കേട്ടോ കാണാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു സ്ഥലത്തുള്ള പച്ചക്കറികൾ. അപ്പോൾ ഞാനിതിവിടെ കുഴിച്ചിട്ടു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വളം ഉണ്ടല്ലോ, ആ വളം എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കല്ല് വെച്ചത് മറക്കണ്ട. അപ്പോൾ ഈ വളമാണ് നമ്മൾ നേരത്തെ കുഴിച്ചിട്ടിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ വളമല്ലേ. അപ്പോൾ അതിലെ പകുതിയോളം ഞാൻ ഓരോന്നിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രൂപത്തിൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ്. ഇതേപോലെ കറുത്ത കളറായിട്ട് നല്ല അടിപൊളി കമ്പോസ്റ്റാണ് ഇട്ടത്. ഫിഷ് അമീനോ മാറി നിൽക്കും ആ ഒരു തരത്തിലുള്ള കമ്പോസ്റ്റാണ്. ഇത് ഉപയോഗിക്കാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റ് നമ്മുടെ ചെടിയുടെ നല്ല കടക്കലല്ല കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇതാ വഴുതനങ്ങയ്ക്ക് കരിയിലയിലാണ് നമ്മൾ വഴുതനങ്ങയൊക്കെ നട്ടത്. അപ്പോൾ നടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ചെടികളും നടുന്ന പോലെ തന്നെ, പച്ചക്കറി ചെടികൾ നടുന്ന പോലെ തന്നെയാണ് വഴുതനങ്ങ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ച് അതിൻ്റെ കടക്കലിട്ട് കൊടുക്കും. ഇത്ര അധികം ഇടണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കടക്കലിന് കുറച്ച് മാറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ചുമന്ന മണ്ണോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള പണിയുള്ളൂ നമുക്കിത് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത് വളരെ ഇരട്ടിയായിട്ടുള്ള അടിപൊളി വളർച്ചയാണ് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത് നല്ല നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെയാണ് കേട്ടോ. ഇലകൾ നല്ല പച്ചപ്പോടെ വളരാനും ചെടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കൊക്കെ നൈട്രജന് സഹായിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസ് വേരുകളെ ബലപ്പെടുത്താനും കൂടുതൽ പൂക്കൾ ഉണ്ടാവാനൊക്കെ ഫോസ്ഫറസ് സഹായിക്കും. പിന്നെ പൊട്ടാസ്യം ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കായ്കളുടെ വലിപ്പം കൂട്ടാനൊക്കെ